Examiner family. അപ്പോൾ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ നമ്മൾ വൺ ഷോട്ട് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഫോർമേഷനിൽ നമ്മൾ മിറർ ഫോർമുല പഠിക്കുന്നുണ്ട് അല്ലേ. ആ മിറർ ഫോർമുല പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അഥവാ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് വേണ്ടി മിസ് എടുത്തു വന്നിട്ടുള്ളത്. സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതും കൂടെയാണെന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ദ ഇമേജ് ഓഫ് എ കാൻഡിൽ ഫ്ലെയിം placed at a distance 30 cm from a mirror is formed on the screen placed in front of the mirror at a distance of 60 cm from its pole. What is the nature of the mirror? Then find its focal length എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഫ്ലെയിം തന്നിട്ടുണ്ട് 2.4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. ഇമേജ് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് പറയണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മളുടെ ഇമേജ് അതായത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 30 സെന്റിമീറ്റർ മുൻപിലാണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് 30 ആണ്. നമുക്കറിയാം എപ്പോഴും മൈനസ് എന്ന് തന്നെ വേണം ഈ എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിററിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നാ പറഞ്ഞത് ഒരു 30 സെന്റിമീറ്റർ ഇപ്പുറത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുണ്ട് സ്ക്രീനിലാണ് എന്ത് കിട്ടുന്നത് നമ്മളുടെ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ സ്ക്രീനിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം അല്ലെ. അപ്പോൾ സ്ക്രീനിൽ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പുറത്ത് തന്നെ ആയിരിക്കണം. സോ റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണം. സോ ഈ ഒരു മിറർ എന്ന് പറയുന്നത് ഏതാ കോൺകേവ് മിറർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നേച്ചർ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ മിറർ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് എഴുതാം ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ ബിക്കോസ് ഇറ്റ് ഗീവ്സ് എ റിയൽ ഇമേജ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റിയൽ ഇമേജ് ഇറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം. അപ്പോൾ റിയൽ ഇമേജ് ആണെന്ന് മനസ്സിലായി, കോൺകേവ് മിറർ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയൽ ഇമേജ് സ്ക്രീനിൽ ഉണ്ടാവണമെങ്കിൽ അത് അതേ സൈഡിൽ തന്നെ ആയിരിക്കണം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇമേജ് ഉണ്ടായ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഇമേജ് ഉണ്ടായ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ 60 സെന്റിമീറ്റർ. അപ്പം നമുക്കറിയാം സ്ക്രീൻ എന്ന് പറയുമ്പോൾ മിററിൻ്റെ അതേ സൈഡിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ വി എന്ന് പറയുന്നത് +60 ആണോ -60 ആണോ എടുക്കേണ്ടത്? ഓഫ് കോഴ്സ് -60 ആണ് എടുക്കേണ്ടത്, കാരണം അതേ സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ -60 സെന്റിമീറ്റർ. ഇനി നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/f ഈസ് ഈക്വൽ ടു 1/v + 1/u ആണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/-60 + 1/-30 എന്നാണ് വരിക. അഥവാ -1/60 -1/30 എന്ന് വരും. അപ്പോൾ ഇതിനെ ഡിനോമിനേറ്റേഴ്സിനെ നമുക്ക് ഈക്വൽ ആക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിനെ 60 ആക്കാൻ 2 മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ മക്കളെ വരുന്നത് -1/60 -2/60 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1ഉം -2ഉം -3/60 എന്ന് വരും. അഥവാ -1/20 എന്ന് വരും അല്ലേ. അപ്പോൾ -1/20 ആണ് 1/f. സോ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം മക്കളെ അല്ലേ. എഫ് എന്ന് പറയുന്നത് -20 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ കോൺകേവ് ആണ്. കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും നമുക്കറിയാം. സോ ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടി -20 സെന്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ. ഇനി അപ്പോൾ ഫൈൻഡ് അപ്പോൾ അത് കിട്ടി. ഇനി നോക്കൂ ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലെയിം ഈസ് 2.4 സെന്റിമീറ്റർ then height of the image ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കുക height of the image divided by height of the object എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ് അല്ലേ. അതിന് നമ്മൾ വേറൊരു ഇക്വേഷനും കൂടെ പഠിക്കുന്നത് എന്താ -v/u. അപ്പോൾ ഇതിന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എന്താ വരിക -v/u ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കൂ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി -60 ആണെന്ന് അറിയാം. അപ്പോൾ -60 ഡിവൈഡഡ് ബൈ യു എന്ന് പറഞ്ഞാൽ -30 ആണെന്ന് അറിയാം. ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ 2.4 ആണ്. സോ 2.4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഇതിന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 എന്ന് വരും. ദാറ്റ് ഈസ് -2 × 2.4 അഥവാ നമുക്ക് എന്ത് കിട്ടി -4.8 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നെഗറ്റീവ് ആണ് അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്
താഴേക്കാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? മൈനസ് എന്ന് പറയുമ്പോൾ തന്നെ താഴേക്കാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ താഴേക്കാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ, തല കീഴായതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇൻവേർട്ടഡ് ആണ് എന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടി. ക്ലിയർ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മളെല്ലാം കിട്ടി. ഇനി വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ അങ്ങോട്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്താ? അപ്പൊ -v/u ആണ് വരിക അല്ലെ. അപ്പൊ -v എന്ന് പറഞ്ഞാൽ -60 ആണ് ആൻഡ് -30 ആണ് u. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -2 എന്ന് വന്നു. അപ്പൊ അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരം ചെയ്യാൻ അറിയാം, -2 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദാ ഒരു ചോദ്യം കൂടെ മിസ് അവിടെ എടുത്തു വന്നിട്ടുണ്ട്. നോക്കിയേ, ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്ഫെറിക്കൽ മിറർ ഇസ് -3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന 4 ഇൻഫർമേഷൻസ് ആണ് എഴുതേണ്ടത്. അങ്ങനെ ഒബ്റ്റെയിൻ ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ മിറർ ആൻഡ് ഇമേജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കാം, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് റിയൽ, അതായത് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ആണ് ഇമേജ്. ഓക്കെ, അപ്പൊ ഇൻവേർട്ടഡ് എന്നുള്ള ഒന്ന് കിട്ടി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് റിയൽ ഇമേജ് ആയിരിക്കും എന്ന് മനസ്സിലായി. അപ്പൊ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ഇമേജ് ആണ്. ഇനി 3 എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? എൻലാർജ്ഡ് ആയിട്ടുള്ള വലിയ ഇമേജ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എൻലാർജ്ഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സോ ആ മിറർ ഏതായിരിക്കും? എൻലാർജ്ഡ് ആയിട്ടുള്ള അതേപോലെ റിയൽ ഇമേജ് തരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് കോൺകേവ് മിറർ അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കോൺകേവ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് എന്നുള്ള കാര്യം കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -0.5 ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വേഗം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.